ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻ അച്ചാറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ചൂരമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ മീനുണ്ട്. ഇത് 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ചാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലെണ്ണയിലാണ് സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ മീനച്ചാർ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി 3 പച്ചമുളകും 3 തണ്ട് കറിവേപ്പിലയുമാണ് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഞാൻ മാറ്റുന്നത്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചിയും 2 ടീസ്പൂൺ വെളുത്തുള്ളിയുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ മീൻ വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മീൻ വറുത്തെടുത്ത മുഴുവൻ എണ്ണയും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അതിൽ നിന്നും കുറച്ച് എണ്ണ മാത്രം അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 നുള്ള് ഉലുവ പൊടിച്ചതും 2 നുള്ള് കായവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. 1/4 കപ്പിനടുത്താണ് ഞാനിപ്പോൾ വിനാഗിരി ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വരുമ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അച്ചാറിൽ വെള്ളം ചേർത്തത് കൊണ്ട്
ഇത് പെട്ടെന്ന് കേടായി പോകുമെന്നുള്ള സംശയമൊന്നും വേണ്ട. തിളപ്പിച്ച വെള്ളമാണ് ചേർത്തത്. അതുകൂടാതെ വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ ശേഷമാണ് മീൻ ചേർത്തിട്ടുള്ളത്. വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ ഈ രീതിയിലാണ് മീനച്ചാർ തയ്യാറാക്കുന്നത്. ഇതുവരെയും കേടായി പോയിട്ടില്ല. ഇപ്പോൾ മീൻ ഇവിടെ നന്നായിട്ട് ഈ അരപ്പിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലുള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഈ ചാറ് നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന ചാറ് മുഴുവനും നന്നായിട്ട് കുറുകി ഈ മീനിൽ പിടിച്ചിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു മീനച്ചാറാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.